രഥം ബിൽഡേഴ്സിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന സ്ഥലത്ത് നമ്മൾ പുതുതായി റിനോവേറ്റ് ചെയ്ത ഒരു പുതിയ വർക്കിനെ പറ്റിയാണ് ഇത് ഡീറ്റെയിൽ തരാൻ പോകുന്നത്. കാണാം. നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ട് നോക്കാം. അതായത് പഴയ പോർച്ചായിരുന്നു ഇത്, നമ്മൾ കൺവേർട്ട് ചെയ്ത് സിറ്റ് ഔട്ടിലേക്ക് മാറ്റുകയാണ്. ഇതിന്റെ തന്നെ പോർച്ച് നമ്മൾ കാപ്പിയായിരുന്നു പഴയ പോർച്ച് വാർത്തിരുന്നത്. അത് തന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗം വാർത്തതുണ്ട്. അത് നമ്മുടെ ലിവിംഗിലേക്ക് കൊണ്ടുപോയി നമ്മൾ ആ ലിവിംഗിന്റെ TV അറേഞ്ച്മെന്റ്, TV യൂണിറ്റിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം. വീടിന്റെ ഇന്റീരിയറിൽ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അവിടെ എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാം എന്നൊരു സംഭവം മാത്രമാണ്. കാരണം ഇവിടുത്തെ ഹോള് തൊട്ട് ഡൈനിങ് തൊട്ട് നമ്മളെല്ലാം ഏതൊക്കെ സെറ്റ് നോക്കിയാലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ക്വാളിറ്റി പരമായിട്ട് കുഴപ്പമില്ല, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നൊരു മെയിൻ ഘടകം ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഇപ്പം ഡൈനിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ഡൈനിങ്ങിൽ നമ്മൾ മിതമായ രീതിയിൽ ജിപ്സം വർക്കും അതുപോലെ വെറും 2 ഹാൻഡിലേക്ക്, പക്ഷെ അതിന്റെ അറേഞ്ച്മെന്റിലാണ് അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. റിനോവേഷൻ വർക്കായിരുന്നാൽ നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ബീമും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിലനിർത്തേണ്ടി വന്നു. അപ്പോൾ അത് എങ്ങനെ കവറപ്പ് ചെയ്യാമെന്നൊരു ഐഡിയയുടെ ഭാഗമായിട്ടാണ് ജിപ്സം ബോർഡിന്റെ ഒരു വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി നമുക്ക് ആ ബീം കവറപ്പ് ചെയ്യാനും പറ്റി. അതോടൊപ്പം തന്നെ ഒരു ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് ലംബോയ്സ് നമുക്ക് ജിപ്സം ഡിസൈൻ കൊടുക്കാം. നമുക്കിനി അടുത്ത് കിച്ചണിലേക്ക് കിടക്കാം. ഒരു വീടിന്റെ ഭംഗിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണ് കിച്ചൺ ഇന്റീരിയർ വർക്കുകൾ. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിച്ചണിൽ ഏറ്റവും കൂടുതൽ അതിനെ സ്വാധീനിക്കുന്ന സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പ്ലൈവുഡ് മൈക്കോട്ടിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്, മറൈൻ പൈ ആക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ കട്ടിങ് കാലത്തും അതുപോലെ ഇതിന്റെ ഹാങ്ങിലേക്ക് പ്ലസ് അറേഞ്ച്. അകത്തേക്ക് വരുമ്പോൾ അലുമിനിയം കബോർഡാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അലുമിനിയം ചാനലിൽ UV ഷീറ്റ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മളൊരു ലൈറ്റ് അതിന്റെ കളർ ഷെയ്ഡാണ് നോക്കി നമുക്ക് കാണാം. ഒരു ലൈറ്റ് കോംബോ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫ്ലോർ ആണെങ്കിലും വുഡൻ ഫ്ലോർ, അതേ ഫ്ലോർ തന്നെയാണ് നമ്മൾ വോളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു കോമ്പിനേഷൻ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് മാറ്റാൻ രീതിയിൽ കൊടുക്കുന്നത്. ഈ വീട്ടിലെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് ഇവിടുത്തെ പാഷ് എന്ന് പറയുന്നത്. നമ്മുടെ പാഷയുടെ മെറ്റീരിയൽ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് ഇവിടുത്തെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. സ്ക്വയർ പൈപ്പ് GA ഷീറ്റ് ഉപയോഗിച്ച് വെൽഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സേഫ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സെറ്റ് ചെയ്താണ് പൊതുവെ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചെറിയ ഡിസൈൻ വർക്കും കാര്യങ്ങളും ചെയ്ത് ഇത് ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നതാണ്. പിന്നെ ഫ്ലോറിംഗ് ആണെങ്കിലും നമുക്ക് കാണാം, ഫ്ലോറിംഗ് നമുക്കൊരു വുഡൻ ഫിനിഷുള്ള ടൈൽ നമുക്ക് കൊടുത്തിട്ട് അതിൽ അപ്പോസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫ്ലോറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം പാഷ്യോയിൽ തന്നെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്ത് ഇത് അതിനായിട്ടുള്ള ലൈറ്റിംഗ് കാര്യങ്ങളും നമുക്ക് എടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു ഹാങ്ങിലേക്ക്, അതുപോലെ നമ്മുടെ സീലിംഗ് ഒരു പ്രൊഫൈലിലേക്ക് ചുറ്റി ഓടിച്ച് പിന്നെ ടോട്ടലി നല്ല ഭംഗിയാക്കി എത്തിക്കാൻ വേണ്ടിയാണ്. പാഷ്യോയിലെ ഒരു മെയിൻ ഘടകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ ഗാർഡൻ. 2x1 സ്ക്വയർ പൈപ്പിൽ ചെയ്ത ഒരു സിമ്പിൾ ആയിട്ട് ചെയ്ത സംഭവമാണ്. ഇതിനൊക്കെ ബാക്കി ചെടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വേണ്ടി.
കിച്ചൺ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേ രീതിയിൽ തന്നെ നമുക്ക് പ്രധാനമുള്ള ഒരു ഐറ്റമാണ് സ്റ്റെയറിന്റെ ഡിസൈൻ ആയിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് സ്റ്റെയർ ആണ് നമ്മൾ നിർമ്മിച്ചിരുന്നത്. നമുക്ക് ബീജ് നമ്മൾ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് വൈസ് സ്ലാബ് വാർത്തിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫ്ലോറിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഡിസൈന് ഗ്രേ ലീൻ കൊടുത്താണ് ലീൻ കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിന്റെ ബോട്ടം പോർഷൻ ആണെങ്കിൽ ഡിസൈൻ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് നമുക്ക് സ്റ്റോൺസും കാര്യങ്ങളും കൊടുത്ത് അത് ഭംഗിയാ. അതുപോലെ തന്നെ സൈഡിലൂടെ സ്ട്രിപ്പ് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റ് ആണ്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് നമ്മളിതിനെ ഭംഗിയാക്കി മാക്സ് നിർത്തിയിട്ടുണ്ട്. വീട്ടിലെ സ്റ്റെയർ അറേഞ്ച്മെന്റ് നമുക്ക് എങ്ങനെ വേണം ഒരു വീട്ടിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് എത്രത്തോളം അതിനെ നമ്മൾ ഇന്റീരിയറിന്റെ ഭാഗമായി കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ എത്ര മനോഹരമാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും ഒരു നല്ല സ്റ്റെയർ ഡിസൈൻ അവിടെ പ്രാവർത്തി വന്നത്. ഇവിടുത്തെ കേസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ടർ സ്റ്റെയർ ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. വാർത്താണ് ഇവിടുത്തെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് MS ഫ്രെയിമിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് MS സ്ക്വയർ പൈപ്പിലാണ്. സ്ക്വയർ പൈപ്പിന്റെ ഹാൻഡ് റെയിൽ നമ്മൾ ടോപ്പിലൂടെയും ബോട്ടത്തിലൂടെയും രണ്ട് കുന്നിൽ സ്ക്വയർ പൈപ്പ് ഓടിച്ച് അതിനിടയിലൂടെ നമ്മൾ സാധാരണ വാർക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ, 6 mm കമ്പി അല്ലെങ്കിൽ 8 mm കമ്പി, ആ കമ്പി നമ്മൾ ഇടയ്ക്കൂടി ഇട്ട് കൊടുത്തു. അതിനെ ഒരു ഡിസൈൻ ആയിട്ട് മാറ്റിയിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയിൽ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സ്റ്റെയറിന്റെ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്ടികയുടെ ഡിസൈൻ, ബ്രിക്ക് ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് പേപ്പറിൽ തന്നെ നമ്മൾ കൊടുത്ത് പെയിന്റിങ്ങിലൂടെ ഭംഗിയാക്കി എടുത്താണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വോളിൽ നമ്മളിന്റെ ചെറിയ കട്ടിംഗ് ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗ്ലാസ് ഇട്ട് ഒരു ഇപ്പത്തേക്കുള്ള കവറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ സ്റ്റെയറിന്റെ ഡിസൈനിന്റെ ഭാഗം ഈ ഒരു പോർഷൻ സ്റ്റെയറിനെ ഭംഗിയാക്കാനായിട്ട് പൂർണ്ണമായിട്ട് കമ്പൽസറി ആയിട്ട് വേണ്ട കുറച്ച് സാധനമാണ് ഈ ഹാങ്ങിങ് ലൈറ്റ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ, സ്റ്റെയറിന്റെ ഫ്ലോറിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ബോട്ടം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ആ സ്പേസിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭവങ്ങളോ കാര്യങ്ങളോ ഇവിടെ നമ്മൾ നൽകിയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ട്രാക്ക് ലൈറ്റിലാണ് ഇവിടുത്തെ നമ്മൾ ഇന്റീരിയറിന്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ ബെഡ്റൂമിൽ കാര്യമായിട്ട് ഇന്റീരിയറോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ പെയിന്റിങ്ങിലുള്ള ചെയ്ത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചെറിയൊരു ഡിസൈൻ നമ്മുടെ ലൈൻസ് ആണ് ആക്ച്വലി നമ്മുടെ വീടിന്റെ ഇന്റീരിയർ മെയിൻ ആയിട്ടുള്ള ഘടകം നമുക്ക് പറയാനായിട്ട്. കാര്യം അതിന്റെ കളർ സെലക്ഷൻ ആണ് പലപ്പോഴും പലയിടത്തും അതിന്റെ നമ്മുടെ വീടിനെ കുറച്ചുകൂടെ മനോഹരം ആക്കി തീർക്കാനായിട്ട് സഹായിക്കുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കൂടുതൽ ഫിനിഷാണ്. അത് മൊത്തത്തിൽ നമ്മളുടെ വീടിന്റെ ബാക്കിയുള്ള വോൾസിനെയും അതുപോലെ നമ്മുടെ ഇന്റീരിയറിന്റെ ആയിട്ടുള്ള കളറിനെ ബന്ധപ്പെട്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള കളർ വുഡൻ കളറാണ്. സോ നമ്മൾ ആ കളർ സെലക്ട് ചെയ്ത് ഇത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ആക്ച്വലി നല്ല വലിപ്പത്തിന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഗാർഡൻ കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ഓപ്പൺ ടെറസ് ഒരു പോർഷനാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ ഒരു പോർച്ചായിരുന്നു. ഇവിടെ താഴെ ഇതിനടി ഇതാണ് ഇവിടെ താന്ന് വാർപ്പ് വന്നിരിക്കുന്നത്. അപ്പം ഈ പോർച്ചിന്റെ ഭാഗം നമ്മൾ ഓപ്പൺ ടെറസ് ആയിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. വീടിന്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ കണ്ട ഒരു മെയിൻ ഘടകമാണ് ഇവിടുത്തെ ഷോകള്. നമ്മളിത് ടൈലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്ന 3 കളേഴ്സ് ഗ്രേ, അതുപോലെ വുഡൻ, അതുപോലെ പ്ലസ് വൈറ്റ്. ഈ 3 കോമ്പോയിലാണ് നമ്മൾ ഈ വീടിന്റെ എക്സ്റ്റീരിയർ സാധാ ടൈലിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ട് മനോഹരമായ ഇത് നമ്മൾ ഈ പ്രൊപ്പൈലേക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രൊപ്പൈലേക്ക് അതുപോലെ ഡ്രാഗ് ടൈൽ രണ്ടും ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പിന്നീട് ഇനിയാക്കി ചെയ്യുന്നത്. വീടിന്റെ പാർക്കിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു 4 മീറ്റർ 5 മീറ്റർ ഏകദേശം ലെങ്ത് ഉള്ള ഒരു പാർക്കിംഗ് സെക്ഷനാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ പൈപ്പ് പോളി കാർബൺ ഷീറ്റ് ഇട്ടാണ്
നമ്മളിതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് ഈ വീടിന്റെ ഒരു എലിവേഷനോട് ഏകദേശം യോജിക്കുന്ന വിധത്തിൽ ഒരു പാർക്കിംഗ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷനോട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഗേറ്റ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ പൈപ്പിൽ 3.5 സ്ക്വയർ പൈപ്പിൽ ടെക് വുഡ് അറ്റാച്ച് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ അകത്തേക്ക് വരുമ്പോൾ ഫ്ലോറിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇന്റർലോക്ക് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ നോക്കുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു, പക്ഷേ നാച്ചുറൽ സ്റ്റോണിന്റെ മോഡൽ ഇന്റർലോക്ക് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർലോക്ക് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നോർമലി ഇത് വിരിക്കുന്നത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഗ്രാസ് കൊടുത്താണ് പോകുന്നത്. നമ്മളിത് ലൈൻസ് ആയിട്ട് വിരിച്ചു കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കി വേറൊരു മോഡലാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഫ്രെയിമിംഗ് സിസ്റ്റം ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഒരു ഷെയ്ഡിൽ തന്നെ, വൺ സൈഡ് ഷെയ്ഡിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. മാക്സിമം ഒരു ഫ്രെയിം, അതായത് സ്ക്വയർ പൈപ്പ്, സ്ക്വയർ പൈപ്പ്, 3/4 സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ലേ ചെയ്തിട്ടാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1950 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട വീട്. ആക്ച്വലി റിനോവേഷൻ മുന്നായിട്ട് വെറും 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളായിരുന്നു. ഇതിനെ 1950 കൺവേർട്ട് ചെയ്തു. നമുക്ക് ടോപ്പിലേക്കാണ് കൂടുതൽ ഏരിയ ആവശ്യം വന്നത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ബെഡ്റൂംസ് ടോട്ടീസിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം എല്ലാം നല്ല സൈസോടുകൂടി തന്നെ 4 ബെഡ്റൂം, 4 ബാത്റൂം, സിറ്റ് ഔട്ട്, പൂള്, കിച്ചൺ, ഡൈനിങ്, വർക്ക് ഏരിയ, പ്ലസ് ഒരു എക്സ്ട്രാ ബാൽക്കണിക്ക്, പ്ലസ് ഒരു പാഷ്യോ, പാറ്റിലേക്ക്. അപ്പം മിതമായ രീതിയിലാണ് നമ്മൾ ഇത് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യമായ രീതിയിലുള്ള ഫണ്ട്, ഒരുപാട് അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വൃത്തിയായി ചെയ്യുക, മനോഹരമാക്കുക, നമ്മളുള്ള ഏരിയ എങ്ങനെ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ ഉള്ള സ്റ്റെയർ ആകട്ടെ, നമ്മളുടെ കിച്ചൺ ആകട്ടെ, ഡൈനിങ് ആകട്ടെ, പാഷ്യോ ആകട്ടെ, ഇതെല്ലാം വ്യത്യസ്തമായ ഒരു പുതിയ രീതിയിൽ എങ്ങനെ മനോഹരമാക്കിയെടുക്കാം എന്നൊരു ചിന്താഗതിയിലൂടെയാണ് ഇത് സെറ്റായി നിൽക്കുന്നത്. നിലവിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു വീടിന്റെ ഒരു പൊസിഷനും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിത് ഇന്നോവേഷൻ ചെയ്തിട്ട് അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഐഡിയാസും എല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ പാഷ്യോ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. നമ്മുടെ ഈ പഴയ വീട് കണ്ടപ്പോ നിലവിലുണ്ടായിരുന്നുണ്ടല്ലോ സാറിന് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? നമ്മള് വാങ്ങിക്കുമ്പോ ഉണ്ടായിരുന്ന ഒരു നിലയുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ് ആയിരുന്നു. അത് ഇത്രയും ഭംഗിയായിട്ട് നമ്മളുടെ എക്സ്പെക്ടേഷനിലും ഒരുപാട് കൂടുതലായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ഒരു സന്തോഷമുണ്ട്. അപ്പോ താങ്ക്സ് ഫോർ റിതം ബിൽഡേഴ്സ്.